ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Q&A സ്വാഗതം. നമ്മളിന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള 2021-2022 കാലഘട്ടത്തിലേക്കുള്ള അഡ്മിഷൻ വരുന്ന മാസം 1-ാം തീയതി തൊട്ട് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും, അത് നിങ്ങൾ ഫ്രണ്ട്സിലോ അതേ കസിൻസോ ആരെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് 1-ാം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ 2 മുതലുള്ള ക്ലാസ്സുകളിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഈ വീഡിയോ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനിലേക്ക് പോകാം. Schedule for admission. The admission schedule for the section 2021-22 will be as under. 2021-2022 കാലഘട്ടത്തിലെ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള അഡ്മിഷനുകളുടെ കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കാം. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന അഡ്മിഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത ഡേറ്റാണ്. അഡ്വർടൈസ്മെൻറ്റ് ഫോർ അഡ്മിഷൻ 4th week of March 2021. മാർച്ച് 4-ാം ആഴ്ചയിലാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി 1-ാം ക്ലാസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് 1, അതായത് 1-ാം ക്ലാസ്സിലേക്ക് ഓൺലൈനായിട്ടായിരിക്കണം രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. അതിൻ്റെ അത് എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 1-4-2021 തൊട്ട്, അതായത് വരാൻ പോകുന്ന മാസം 1-ാം തീയതി തൊട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 AM തൊട്ടായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. ഓൺലൈനായിട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് 1 19/4/2021. അത് 7 PM വരെ ഉണ്ടായിരിക്കും. അതായത് 19/4/2021 ആ ഒരു ദിവസം വരെ 7 മണി വരെ 7 PM വരെ നമുക്ക് 1-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് ഡിക്ലറേഷൻ ഓഫ് പ്രൊഫഷണൽ സെലക്ട് ആൻഡ് വെയിറ്റ് ലിസ്റ്റ് ഓഫ് രജിസ്ട്രേഡ് കാൻഡിഡേറ്റ്സ്. അപ്പം പ്രൊഫഷണൽ സെലക്ഷൻ്റെ ആ ഒരു ഡിക്ലറേഷൻ വരുന്നത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് വരുന്നത് 23/4/2021, അതായത് 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബന്ധപ്പെടുത്തിയുള്ള അതിൻ്റെ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ്. ആദ്യത്തെ ലിസ്റ്റ് വരുന്നത് 23/4/2021, അതൊരു ഫ്രൈഡേ ആയിരിക്കും. അതിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റ്, 1-ാമത്തെ ലിസ്റ്റിൽ എല്ലാവരും, അതായത് 1-ാമത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഇനിയും സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 2-3 ലിസ്റ്റ് അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 30/4/2021, അതൊരു ഫ്രൈഡേ ആണ്. അതായത് സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെ ലിസ്റ്റ്. ഇനി അതും കഴിഞ്ഞ് 2-ാമത്തെ ലിസ്റ്റും കഴിഞ്ഞ് സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 3-ാമതൊരു ലിസ്റ്റും കൂടെ അവർ ഇറക്കുന്നതായിരിക്കും. 5/5/2021. അപ്പോൾ 1-ാമത്തെ ലിസ്റ്റിൽ നമ്മളുടെ കുട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ചിലപ്പോൾ 2-ലോ 3-ലോ ലിസ്റ്റിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, ആ ഡേറ്റുകളും ശ്രദ്ധിക്കുക. അഡ്മിഷൻ ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ് ഓഫ് സെലക്റ്റഡ് ലിസ്റ്റ് ഇൻ ഫോളോയിങ് ഓർഡർ. അപ്പോൾ അഡ്മിഷൻ എങ്ങനെ വരുന്നത് ചോദിച്ചാൽ RT ആയിരിക്കും ഫസ്റ്റ്, പിന്നെ സെക്കൻഡ് ഫ്രം സർവീസ് പ്രയോറിറ്റി കാറ്റഗറി 1 and 2 ഓൺലി, തേർഡ് shortfall of a reservation quota after admission in 1 and 2 above. Declaration of professional select list of candidates as per priority service category for unreserved seat, if any, keeping the left over reserved seat blocked. അതിന് ഡേറ്റ് വരുന്നത് 3/5/2021 മൺഡേ മുതൽ 5/5/2021 വരെ ആയിരിക്കും. 3 ഡേയ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് ഡേറ്റ് ഫോർ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഫോർ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻസ് ടു ബി മെയ്ഡ് അണ്ടർ RTE പ്രൊവിഷൻസ് SC/ST ആൻഡ് OBC NCL ഇഫ് സഫിഷ്യൻറ്റ് ആപ്ലിക്കേഷൻസ് നോട്ട് റിസീവ്ഡ് ഇൻ ഓൺലൈൻ മോഡ്. അതായത് പ്രൊഫഷണൽ, അതായത് SC/ST അതുപോലെ OBC റിസർവേഷൻ കാറ്റഗറി ഉള്ളവരുടെ സീറ്റുകളിലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ, ഈ ഒരു റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് റിസർവേഷൻ കാറ്റഗറിക്കുള്ളവർക്ക് വേണ്ടിയുള്ളവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതാത് കേന്ദ്രീയ KV സ്കൂളുകളിൽ ചെന്നിട്ടായിരിക്കണം. അപ്പോൾ നേരിട്ട് ആ സ്കൂളിൽ ചെന്നിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 10/5/2021 മൺഡേ ആയിരിക്കും. അപ്പം ആ ഒരു ഡേറ്റ് അനുസരിച്ച് അത് വന്നു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺലൈൻ പത്രമാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അതനുസരിച്ച് കേന്ദ്രീയ വിദ്യാലയത്തിൽ ചെന്നിട്ട് ഇങ്ങനെ റിസർവേഷൻ ഉള്ളവർക്ക് അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ 10/5 മുതൽ 13/5 വരെ ആയിരിക്കും രജിസ്ട്രേഷൻ്റെ കാലാവധി. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ലിസ്റ്റ് ആൻഡ് അഡ്മിഷൻസ്, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റ് എന്നാണെന്ന് ചോദിച്ചാൽ 15/5/2021 മുതൽ 20/5/2021 വരെ ആയിരിക്കും. അപ്പോൾ അഡ്മിഷനൊക്കെ ആ ഒരു കാലഘട്ടത്തിന് ആ ഒരു സമയത്തിനിടയ്ക്കായിരിക്കും ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഓഫ്ലൈനിലുള്ള അഡ്മിഷൻ്റെ സമയവും ഒക്കെ വരാൻ പോകുന്നത്. അതായത് 15/5/2021 മുതൽ 20/5/2021 വരെ ആയിരിക്കും അതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അടുത്തതായിട്ട് രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് 2 ഓൺവേഡ്സ്, 2ാം ക്ലാസ് മുതൽ ഉള്ളവരുടെ രജിസ്ട്രേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവൈലബിലിറ്റി ഓഫ് വേക്കൻസീസ് ഇൻ എ പർട്ടിക്കുലർ ക്ലാസ്. അതിനകത്ത് 11ാം ക്ലാസ് ഒഴിവാക്കിയിട്ടുണ്ട്. 11ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട്. അത് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും, 10ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും 11ാം ക്ലാസ്സിൻ്റെ അഡ്മിഷനുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റുകൾ വരുന്നുണ്ട്, താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം 2ാം ക്ലാസ് മുതലുള്ളവരുടെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 8/4/2021 മുതൽ 15/4/2021 വരെ ആയിരിക്കും. അടുത്ത് ഡിക്ലറേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ക്ലാസ് 2 ഓൺവേഡ്സ്. അപ്പം ക്ലാസ് 2 മുതലുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൻ്റെ ഡിക്ലറേഷൻ വരുന്നത് 19/4/2021 4 PM തൊട്ടായിരിക്കും. അടുത്തതായി അഡ്മിഷൻ ഫോർ ക്ലാസ് 2 ഓൺവേഡ്സ്, 2ാം ക്ലാസ് മുതലുള്ളവരുടെ അഡ്മിഷൻ തുടങ്ങുന്ന അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് 20/4/2021 മുതൽ 27/4/2021 വരെ ആയിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഫോർ ഓൾ ക്ലാസ്സസ് എക്സെപ്റ്റ് ക്ലാസ് 11. അപ്പം 2ാം ക്ലാസ് മുതലുള്ള അതായത് അഡ്മിഷൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേറ്റ്, കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരുടെ അതിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് 11ാം ക്ലാസ് ഒഴികെയുള്ളവരുടെ ലാസ്റ്റ് ഡേറ്റ് 31/5/2021 മൺഡേ ആയിരിക്കും. ഇനി അടുത്ത് KV സ്റ്റുഡൻസിന് വേണ്ടിയുള്ള, കേന്ദ്രീയ വിദ്യാലയ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസാണ്. രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ഇൻ ക്ലാസ് 11, 11ാം ക്ലാസ്സിലേക്കുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ്. അവരുടെ അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ 10 days ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് ക്ലാസ് 10 റിസൾട്ട്. അതായത് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, പബ്ലിഷ് ചെയ്തതിന് ശേഷം 10 ദിവസത്തിന് ശേഷമായിരിക്കും കേന്ദ്രീയ വിദ്യാലയത്തിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ 11ാമത്തെ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. KV സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അടുത്ത ഡീറ്റെയിലാണ് ഡിസ്പ്ലേ ഓഫ് അഡ്മിഷൻ ലിസ്റ്റ് ആൻഡ് അഡ്മിഷൻ ഫോർ ക്ലാസ് 11. അപ്പം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ 11ാം ക്ലാസ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ അഡ്മിഷൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിത്തിൻ 20 days ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് ക്ലാസ് 10 റിസൾട്ട്, 10ാം ക്ലാസ് റിസൾട്ട് വന്നതിന് ശേഷം 20 ദിവസം കഴിയുമ്പം 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ്റെ ലിസ്റ്റ്, കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് KV പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി നോൺ KV സ്റ്റുഡൻസിൻ്റെ 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോൺ KV സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ, ഡിസ്പ്ലേ ഓഫ് അഡ്മിഷൻ ലിസ്റ്റ് ആൻഡ് അഡ്മിഷൻസ് ഇൻ ക്ലാസ് 11 സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ഓഫ് വേക്കൻസി. അപ്പം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വേക്കൻസി അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അവരുടെ രജിസ്ട്രേഷനും അവരുടെ അഡ്മിഷൻ ലിസ്റ്റും വരുന്നത് ആഫ്റ്റർ ദ അഡ്മിഷൻ ഓഫ് KV സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 11. KV സ്റ്റുഡൻസ് ആയിട്ടുള്ള 10ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്നവരുടെ അഡ്മിഷൻ 11ലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. നോൺ KV സ്റ്റുഡൻസിന് 11ാം ക്ലാസ്സിലേക്ക് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഫോർ ക്ലാസ് 11, 11ാം ക്ലാസ്സിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ്, അഡ്മിഷന് വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ക്ലാസ് 10 റിസൾട്ട് ബൈ CBSE. ക്ലാസ് 10ൻ്റെ CBSE റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് 30 ദിവസം വരെയായിരിക്കും ഈ അഡ്മിഷന് വേണ്ടി 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള കാലാവധി.
അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുട്ടിക്കോ കസിൻസിൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അപ്പം അവരുമായിട്ടൊക്കെ ഈ വീഡിയോ പങ്കുവെക്കുക. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊക്കെ മറക്കരുത്. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടനും ഒന്ന് ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.